മുരളീധരൻ പിണറായിയെ താഴെ ഇറക്കും. എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോലും നേരമില്ലാത്ത ഒരാളാണ് കെ മുരളീധരൻ. സ്വന്തമായിട്ട് ഇന്നുവരെ ഒരു നിലയിലേക്ക് കയറാൻ കഴിയാത്ത ഒരാൾ. രാഷ്ട്രീയത്തിൽ വന്ന അന്ന് മുതൽ ഇറക്കത്തോട് ഇറക്കമാണ് മുരളീധരൻ. എന്നിട്ടാണ് ഇപ്പോൾ പിണറായി വിജയനെ താഴെ ഇറക്കുമെന്ന് വെല്ലുവിളിക്കുന്നത്. ആന വാ തുറക്കുന്നത് കണ്ട് അണ്ണാൻ വാ തുറക്കരുതെന്നൊരു ചൊല്ലുണ്ട്. പിണറായിയെ താഴെ ഇറക്കണമെന്നുള്ള മുരളീധരന്റെ സ്വപ്നം ഒരിത്തിരി കടന്നുപോയില്ലേ? ഇങ്ങനെയാണ് പൊതുജനം ചോദിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യത്തിൽ നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. KPCC പ്രസിഡന്റ് മാറണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ മാറ്റം നല്ലതല്ല എന്നും അവസാന തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ് എന്നും ഈ ചർച്ച പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. UDF ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ വാർത്ത നല്ലതല്ല. സമുദായങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതും നല്ലതല്ല. പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ സമൂഹത്തിൽ നിർത്തരുത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ചർച്ചയുടെ ആവശ്യമില്ല എന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ ലക്ഷ്യം പിണറായിയെ താഴെ ഇറക്കുക എന്നുള്ളത് മാത്രമാണ് എന്നും പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതിന് വേണ്ടതെന്നുമാണ് മുരളീധരൻ അഭിപ്രായപ്പെട്ടത്. മാറ്റണമെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഒരു സഭയും ഈ വിഷയത്തിൽ തലയിട്ടിട്ടില്ല. കെ സുധാകരൻ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. MP ആയി തുടരുന്നതിൽ ആരോഗ്യമുണ്ടല്ലോ. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മാത്രം എന്താണ് ആരോഗ്യക്കുറവ്? പാർട്ടിയുടെ താല്പര്യം അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ്. അനാവശ്യ വാദങ്ങൾ നല്ലതല്ല. ഒരു സമുദായവും ഒന്നിലും ഇടപെട്ടിട്ടില്ല. ഏത് മാറ്റം വേണം വേണ്ടോയോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഒരു മാറ്റത്തിന്റെയും ആവശ്യം ഇപ്പോൾ നിലവിലില്ല എന്നും എപ്പോഴും കരുത്തന്മാർ വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ. ഇപ്പോൾ നേതൃമാറ്റം വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന വാർത്തകൾ നിഷേധിച്ച് കെ സുധാകരനും രംഗത്തെത്തി. ഹൈക്കമാൻഡ് താനുമായി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും മറ്റാരെങ്കിലുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ വിഷയമായത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മാത്രം. ഒരു സൂചന പോലും ചർച്ചയ്ക്കിടയിൽ നൽകിയിട്ടില്ല. താൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാരും കോൺഗ്രസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. തന്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടിക്കാർ എന്നും UDFനെ അധികാരത്തിലേക്ക് എത്തിക്കുകയും ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും സുധാകരൻ പറഞ്ഞു. അതുവരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് ആവശ്യമാണെന്നും സുധാകരൻ വ്യക്തമാക്കി. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഹൈക്കമാൻഡിൽ നിന്നൊരു വാക്ക് വന്നാൽ തന്നെ അംഗീകരിക്കും. തന്റെ രക്തത്തിനായി ദാഹിക്കുന്നവർ ആരാണെന്ന് അറിയില്ല. ചർച്ചകൾ വന്നതിനു ശേഷം പ്രതിപക്ഷ നേതാവിനെ ഫോണിൽ വിളിച്ചിരുന്നു എന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് നടത്തിയ കൂടിയാലോചനയിൽ KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് വിജയങ്ങളും ചൂണ്ടിക്കാണിച്ചതല്ലാതെ സ്ഥാനമൊഴിയുന്നതിൽ വലിയ എതിർപ്പൊന്നും സുധാകരൻ പ്രകടിപ്പിച്ചിട്ടില്ലെന്നാണ് സൂചന. കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലും മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ടായതോടെ പ്രസിഡന്റിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാറേണ്ട സാഹചര്യമില്ലെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം അത് എന്തായാലും അംഗീകരിക്കുമെന്ന് സുധാകരൻ ശനിയാഴ്ച പറയുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ താൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് വ്യക്തമാക്കി അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്.